ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈവനിങ് സ്നാക്കായിട്ട് കാണിക്കാൻ പോകുന്നത്, അതിനായിട്ട് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടണം. ഞാനിവിടെ അത്യാവശ്യം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് യോജിപ്പിക്കണം കേട്ടോ. പഞ്ചസാര ഇട്ട് കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്യേണ്ട കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കവറിലായതുകൊണ്ടാണ് ചാടിപ്പോയത്, ശ്രദ്ധിച്ച് അതിലേക്ക് ചേർക്കണം കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഗോതമ്പ് പൊടി ഇട്ടിട്ട് ലൂസായിട്ടില്ലെങ്കിൽ, മാവ് ലൂസായിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടും വെള്ളം കുറച്ച് ഒഴിക്കാം, അല്ലെങ്കിൽ പാലൊഴിക്കാം കേട്ടോ. നന്നായിട്ട് അതൊരു കുഴമ്പ് രൂപം ആക്കി വയ്ക്കാം കേട്ടോ. ഒരു ഉണ്ണിയപ്പത്തിൻ്റെ അതിലും കുറച്ചും കൂടി കട്ടിയിലാക്കി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കതൊരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച്, ഈ കുഴിയുള്ള ചട്ടിയായിട്ട് ഉണ്ണിയപ്പം ചട്ടിയായിട്ട് വെച്ചേക്കുന്നത്, അതിലേക്ക് കോരി ഒഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റായിട്ടോ ഈ പലഹാരത്തിന്. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള കേട്ടോ. നിങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി കേട്ടോ. വൈകുന്നേരം കട്ടൻ ചായയുടെയോ പാൽ ചായയുടെ കൂടെയോ കഴിക്കാൻ അടിപൊളിയാട്ടോ. നമുക്കത് മറച്ച് വേവിച്ചെടുക്കാം കേട്ടോ. പെട്ടെന്ന് അത് വെന്ത് വരും കേട്ടോ. അധികം വേവൊന്നുമില്ല കേട്ടോ ഗോതമ്പ് പൊടിക്ക്. അങ്ങനെ നമ്മൾ മറച്ചെടുത്ത് വേവിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഒന്നുകൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ടേസ്റ്റി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാവർക്കും നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ആർക്കുടെ വീട്ടിലുണ്ടല്ലോ, എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ ഗോതമ്പ് പൊടിയും പഞ്ചസാരയും ഒക്കെയും മുട്ടയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.